നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. MS ധോണിയുടെ അസാന്നിധ്യത്തിൽ ഒരു റെക്കോർഡ് സ്വന്തം പേരിലാക്കാൻ രോഹിത്തിന് അവസരം വന്നിരിക്കുകയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമെന്ന റെക്കോർഡ് ഇപ്പോൾ ധോണിയുടെ പേരിലാണ്. ധോണി ഓസ്ട്രേലിയക്കെതിരായ അവസാനത്തെ 2 ഏകദിനങ്ങൾ കളിക്കാത്തതിനാൽ രോഹിത്തിന് ഈ റെക്കോർഡ് തന്റെ പേരിലാക്കാൻ സുവർണാവസരമാണ് ഒത്തുവന്നിരിക്കുന്നത്. ഏകദിനത്തിൽ ധോണിക്ക് 217 സിക്സറുകൾ സ്വന്തമായുണ്ട്. രോഹിത് ആവട്ടെ 216 സിക്സറുകളുമായി തൊട്ടു പിന്നിലാണ്. മൊഹാലിയിൽ നടക്കുന്ന 4ാം ഏകദിനത്തിൽ 2 സിക്സറുകൾ കൂടി നേടിയാൽ രോഹിത് ധോണിയെ മറികടക്കും. 195 സിക്സറുകളുമായി മുൻ ഇതിഹാസ താരം സച്ചിൻ തെണ്ടുൽക്കറാണ് 3ാം സ്ഥാനത്തുള്ളത്. മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിക്ക് 189 സിക്സറുകളും യുവരാജ് സിംഗിന് 153 സിക്സറുകളും സ്വന്തമായുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമായ രോഹിത്തിനും ധോണിക്കുമാണ് തങ്ങളുടെ റെക്കോർഡ് പുതുക്കാനുള്ള അവസരമുള്ളത്. ധോണി ലോകകപ്പിന് ശേഷം ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ സാധ്യത ഉള്ളതിനാൽ സിക്സറുകളുടെ റെക്കോർഡ് രോഹിത് ഒറ്റയ്ക്ക് സ്വന്തമാക്കാനാണ് സാധ്യത. മൊഹാലിയിൽ മറ്റൊരു നേട്ടം കൂടി രോഹിത്തിനെ കാത്തിരിപ്പുണ്ട്. ഇന്ത്യയിൽ നടന്ന ഏകദിനങ്ങളിൽ 3000 റൺസ് മറികടക്കുന്ന താരമാകാൻ രോഹിത്തിന് ഇനി 52 റൺസ് കൂടി മതിയാകും. ഈ നേട്ടത്തിലെത്തുന്ന 9ാമത്തെ താരമാകും രോഹിത്. നേരത്തെ സച്ചിൻ, വിരാട് കോഹ്ലി, യുവരാജ് സിംഗ്, രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി, മുഹമ്മദ് അസറുദ്ദീൻ, വീരേന്ദർ സെവാഗ് എന്നിവരാണ് ഇന്ത്യയിൽ 3000 റൺസ് തികച്ചവർ. കായിക രംഗത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.